ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ജ്ഞാനായ family.com അവതരിപ്പിക്കുന്ന തോട്ടറ ഇടവകയെക്കുറിച്ചുള്ള ഒരു ടീസറിന് നിൽക്കുക. ഞാനിവിടെ വന്നിട്ട് 6 മാസമാവുന്നു. ഈ ഇടവകയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുതുതായി ഈ ഇടവകയെ സംബന്ധിച്ചുള്ള ഒരു കൊച്ചു വിവരണങ്ങൾ സമൂഹത്തിനും ലോകത്തിനെമ്പാടുമുള്ള തോട്ടറ വിശ്വാസികൾക്കൊപ്പം ജ്ഞാനായ വിശ്വാസികൾക്ക് നൽകുന്ന ഈ സംരംഭത്തിന് ആദ്യമേ തന്നെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആഘോഷങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വാസ ആചാരങ്ങളാണ് നമ്മളിവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാൾ. ഓരോ ഇടവകയ്ക്കും അതിൻ്റെ തനതായ ആത്മീയ അനുഷ്ഠാനങ്ങളുണ്ട്, ആത്മീയ പാരമ്പര്യങ്ങളുണ്ട്. ആ നിലയ്ക്ക് തോട്ടറ പള്ളിയുടെ ഞാൻ വന്ന് മനസ്സിലാക്കുന്നിടത്തോളം ഇടവക സമൂഹത്തിൻ്റെ മുഴുവനും മനസ്സിൽ ഒരു വർഷം അവരെപ്പോഴും നോക്കിയിരിക്കുന്ന ഒന്നാണ് ഇടവക പള്ളിയുടെ പ്രധാനപ്പെട്ട തിരുനാൾ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃദേവാലയം കരിപ്പാടം പള്ളി മാതാവിൻ്റെ നാമത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെ നിന്ന് അതിൻ്റെ പുത്രി ദേവാലയമായി ഇത് രൂപപ്പെട്ടപ്പോൾ മുതലും ഈ പള്ളിയും മാതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മാതാവിൻ്റെ ശുദ്ധീകരണ തിരുനാൾ, മാതാവ് ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ അർപ്പിച്ച് എല്ലാവർക്കും ഒരു വിശുദ്ധീകരണത്തിനുള്ള പാത മാതാവിലൂടെ ലഭ്യമാവുന്നതിൻ്റെ ഓർമ്മയിലാണ് ശുദ്ധീകരണ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത്. ഫെബ്രുവരി മാസം 1ഉം 2ഉമാണ് പ്രധാന തീയതികൾ. ഈ ഇടവക ദേവാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് 240 വീട്ടുകാർ വിശ്വാസ സമൂഹം ഈ ഇടവകയോട് ചേർന്ന് അല്ലെങ്കിൽ ജ്ഞാനായ കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം എറണാകുളം അതിരൂപതയിൽപ്പെടുന്ന കീഴ്ശ്ശേരി, പ്രസാദഗിരി എന്ന് തുടങ്ങുന്ന ദേവാലയങ്ങളിലെ ഒത്തിരി വിശ്വാസികൾ ഈ ദേവാലയത്തിനടുത്ത് ഉള്ളതുകൊണ്ട് അവരെല്ലാം സാധാരണഗതിയിൽ അനുദിന ബലിയിലുമൊക്കെ പങ്കെടുക്കുന്നത് ഇവിടെയാണ്. അവരുടെയൊക്കെ നല്ല മനസ്സും സഹകരണവും ഈ ഇടവക ദേവാലയത്തിൻ്റെ വളർച്ചയ്ക്കും അതിന് നിലനിൽപ്പിനും സഹായമാകുന്നുണ്ട്. അതോടൊപ്പം ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 1990കളിലാണ് ഇവിടെ ഒരു സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹത്തിൻ്റെ ഒരു ശാഖാഭവനം ഇവിടെ ആരംഭിക്കുന്നത്. ആ ശാഖാഭവനത്തോട് ചേർന്ന് ഇപ്പോൾ ഇവിടെ കത്തോലിക്ക സഭയുടെ മുഖമുദ്രയായ ദരിദ്രരോടുള്ള അനുഭാവം, യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഞാൻ സുവിശേഷം ദരിദ്രരോട് അറിയിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ചൈതന്യത്തിൽ ഇവിടെ ഏതാണ്ട് മാനസികമായി വെല്ലുവിളികൾ നേരിടുന്ന ഏതാണ്ട് 15ഓളം അംഗങ്ങളെ പരിപാലിച്ചു പോരുന്ന ഒരു സമൂഹമാണ് സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹം. അത് ഈ ഇടവകയുടെ തന്നെ വലിയ ആത്മീയ വളർച്ചയ്ക്ക് സഹായമാകുന്നുണ്ട്. കാരണം പലതരത്തിലും ഈ സമൂഹം അവരെയൊക്കെ സ്നേഹിക്കുകയും കരുതലോടെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം ഇതിനോട് ചേർന്ന് പറയാനുള്ളത്, ഈ ഇടവക ഒരു ഗ്രാമീണ വളരെ കാർഷികമായൊരു പശ്ചാത്തലത്തിലുള്ളൊരു ഇടവകയാണ്. കാര്യം നഗരത്തോട് അധികം അകലെയല്ല, 25-27 കിലോമീറ്ററേ ഉള്ളൂ എറണാകുളം നഗരത്തിൽ നിന്നും ഇത്. അതുപോലെ ഏതാണ്ട് കോട്ടയം നഗരമൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഉൾപ്രദേശത്താണ്. 1 കിലോമീറ്റർ ഉള്ളിലായതുകൊണ്ട് തോട്ടറ പുഞ്ച എന്നെല്ലാം പറയുന്ന വയലുകൾ നിറഞ്ഞ, പച്ചപ്പുകൾ നിറഞ്ഞ, ഗ്രാമീണ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങളും ആ ഒരു മണ്ണിനെ പൊന്നുപോലെ നോക്കുന്നവർ തന്നെ മണ്ണിനെ വിണ്ണിലോട്ട് ഉയർത്തി ഈശ്വരവിശ്വാസത്തിന് നിറവിൽ ജീവിക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാർഷിക മേഖല തളർന്ന് തരിപ്പണമായി ഈ സമൂഹവും സാധാരണഗതിയിൽ ഏറെ ബുദ്ധിമുട്ടോടുകൂടി കടന്നു വന്നവരാണ്. ഈ അടുത്ത നാളുകളിലാണ്, ഒരു 10-15 കൊല്ലത്തിന് ഇപ്പുറത്തോട്ടാണ് ഈ ഇടവക സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നു നമ്മൾ. കാരണം ഒത്തിരി മക്കൾ ഇപ്പോൾ വിദേശത്ത്, ഇറ്റലിയിലും അതുപോലെ UK-യിലും ഓസ്ട്രേലിയയിലും ഇസ്രായേലിലുമൊക്കെയായി പോയി തങ്ങളുടെ കുടുംബങ്ങൾക്ക് ആദ്യമേ അത്താണി ആയി മാറുന്നവർ. എല്ലാ ഭവനങ്ങളും തന്നെ ഇന്ന് നന്നായിട്ട് പണിത് എല്ലാവരും ഒരു വിധത്തിൽ പറഞ്ഞ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കൊന്ന് വികസന പാതയിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷെ ഇതിനോടൊത്ത് ചേർത്ത് പറയേണ്ടത്,
ഇവിടുത്തെ ഒരു വലിയ പാരമ്പര്യമാണ്. ഈ മക്കളെല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ വളർച്ച എന്ന തിരിച്ചറിവോടെ ഇവിടെ ഇപ്പോൾ 2030 വരെ ഓരോ വർഷവും തിരുനാൾ ഏറ്റു നടത്താൻ ക്രിസ്ത്യാനിമാരുണ്ട്. കാരണം അതുപോലെ അവരുടെ ദൈവാനുഗ്രഹത്തിന് അവർ നന്ദിയുള്ളവരാണ്. ഒത്തിരിയേറെ ഇടവകയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നവരാണ്. ആദ്യത്തെ ശമ്പളത്തിൻ്റെ വീതം ഈ പള്ളിയിലേക്ക് നൽകിയിട്ടേ അവർ ബാക്കി എന്ത് കാര്യവും ചെയ്യുകയുള്ളൂ. ആ രീതിയിൽ ഈ ഇടവകയോടും തങ്ങളുടെ വിശ്വാസത്തോടും വളരെയധികം നീതി പുലർത്തുന്ന ഒരു ഇടവകയ്ക്ക് തങ്ങളുടെ ഇടവക ദേവാലയത്തിന് തിരുനാൾ ലോകത്ത് എവിടെയായിരുന്നാലും പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇന്ന് ഇറ്റലിയിൽ നല്ലൊരു സമൂഹമുണ്ട്. അവർ ഈ ഇടവക ദേവാലയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞാൽ പിറ്റേ ഞായറാഴ്ച തോട്ടരപ്പള്ളി തിരുനാളായിട്ട് ഇറ്റലിയിൽ ആചരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ അടുത്ത നാളിലാണ് ഞാൻ അറിയുന്നത്. അതൊക്കെ ഈ ഇടവക ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇടവക വിശ്വാസികളുടെ ദേവാലയത്തോടും തങ്ങളുടെ വിശ്വാസത്തോടുമുള്ള വലിയ പ്രതിബദ്ധതയാണ് അറിയിക്കുക. ഇന്ന് ഈ ദേവാലയത്തിൽ പ്രത്യേകിച്ച് ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് മാങ്കോട്ടിലെ ശ്രീ ബിനോയ് കുടുംബവുമാണ്. അവർ UK-യിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിനോയിയുടെ അമ്മയുടെ ഒരു സ്വന്തം അങ്കിൾ പോലെ വരുന്നതാണ് ബഹുമാനപ്പെട്ട പീറ്റർ ഉരാളിലച്ചൻ. ഈ ഇടവ സമൂഹത്തിന് ആദ്യമായി ബലി അർപ്പിച്ച് തുടങ്ങിയത് ഉരാളിലച്ചനാണ്. ഭാഗ്യസ്മരണ ഉരാളിലച്ചൻ്റെ ആ ഓർമ്മയിൽ ആ കുടുംബമാണ് ഇന്ന് ഈ വിഷയം ഇവിടെ തിരുനാൾ നടത്തുന്നതെന്നുള്ളതും ആ കുടുംബത്തിൻ്റെ വലിയ ചൈതന്യത്തിൻ്റെ അവരുടെ ഒരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തിൽ അവരുടെ ഒരു ബിനോയുടെ അനിയൻ ബിനീഷ് അച്ഛനുണ്ട് ഇന്ന് കണ്ണൂർ മലബാർ റീജിയൻ്റെ വേദപാഠത്തിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ ജോലി ചെയ്യുന്നു. നല്ല ഒരു വിശ്വാസ പൈതൃകമുള്ള ഒരു കുടുംബം ഈ ഇടവക ദേവാലയത്തെ പ്രധാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവർക്കും അവരുടെ നിയോഗങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്.